ഇന്നത്തെ വീഡിയോ അവിൽ വെച്ച് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഇതിന് ആവശ്യമായിട്ട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിനാവശ്യമായിട്ട് ഞാൻ എടുത്തേക്കുന്നത് അവിൽ ഒരു 200 ഗ്രാം കണക്കിന് അവിലെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എള്ളാണ് എടുത്തേക്കുന്നത്. എള്ള് ഒരു 2 സ്പൂണ്, പിന്നെ ശർക്കര ഒരു 3 തുണ്ട് ഈ കണക്കിന് ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ. പിന്നെ ഇതിലേക്ക് ബദാം പൊടിച്ചതാണ്. ബദാം ഇല്ലെങ്കിൽ കാഷ്നട്ട് ചേർത്താൽ മതി. കാഷ്നട്ട് ഇതുപോലെ പൊടിച്ച് ചേർക്കാം. അതും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ കൊത്തിട്ടാൽ മതിയാകുമേ. നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാനൊരു പാത്രത്തിലേക്ക് ശർക്കര വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു. ഇത് നന്നായിട്ടൊന്ന് ശർക്കര ഒന്ന് അലുത്ത് വരണം. ഇതിപ്പോൾ ഒരുവിധ ശർക്കര എല്ലാം അലുത്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചൊന്ന് ചെറിയ രീതിയിലൊന്ന് വറ്റിച്ചെടുക്കാം. നൂൽപ്പരുവൊന്നും ആവേണ്ട കാര്യമില്ല കേട്ടോ. ഇതിപ്പം തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് അവിലൊന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് അവിലും തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ നമുക്ക് പൊടിച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കരുത്, വെള്ളമൊന്നും പാടില്ല. അതിലേക്ക് നമ്മുടെ തേങ്ങയുടെ നനവ് കാണും, ആ ഒരു നനവിൽ വേണം ഈ രീതിയിൽ പൊടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ശർക്കര ഈ ഒരു പരുവാകുമ്പോൾ മാറ്റി നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കണം. ശർക്കരയിൽ കല്ലുള്ളത് കൊണ്ട് ശർക്കര ഒന്ന് അരിച്ചു കൊടുക്കണം. ശർക്കര നമ്മൾ എടുക്കുന്നതിന് കണക്കാക്കി എടുത്താൽ മതി. അഥവാ ശർക്കര കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ അവിൽ പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നെ ആവശ്യത്തിന് പിന്നെ ശർക്കര ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഒന്ന് ശർക്കര തിളച്ച് വന്നപ്പം ഇതിലേക്ക് പൊടിച്ച് വെച്ച ഞാൻ അവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ശർക്കര മാറ്റി വെച്ചായിരുന്നു. വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഇത് എല്ലാം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ എടുത്ത ശർക്കര കണക്കായിരുന്നു നമ്മൾ ഇട്ട് കൊടുത്ത അവിലിന്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു 2 സ്പൂൺ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 സ്പൂൺ നെയ്യ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും. അതുപോലെ തന്നെ തീ നന്നായിട്ട് കുറച്ച് വെച്ച് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ 1 സ്പൂൺ അളവിൽ ഞാനിപ്പം ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ചെറിയൊരു ടീസ്പൂൺ അളവിലാണ് ജീരകം ചേർത്ത് കൊടുത്തേക്കുന്നത്. ചെറിയ ജീരകം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എള്ളും ഏലക്കായും കൂടാണ്. ഏലക്ക പൊടിച്ചത്, എള്ളും പിന്നെ ബദാം പൊടിച്ചതുമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ബദാം പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ കാഷ്നട്ട് പൊടിച്ച് ചേർത്താൽ മതിയാവും. അതും ഇല്ലെന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്തിട്ട് കൊടുത്താൽ മതി. എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തതിന് ആ ഒരു ചൂടിൽ തന്നെ വേണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനായിട്ട്.
ഞാനിപ്പം ഇത് ചെറിയൊരു ചൂടിൽ നമുക്ക് കൈകൊണ്ട് തന്നെ നമുക്ക് ഉണ്ട പിടിച്ചെടുക്കാം. ഇഷ്ടമുള്ള ഏത് ഷേപ്പിലെടുക്കാം. അഥവാ ഒരു ഷേപ്പും ഇല്ലാത്ത രീതിയിൽ നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് കഴിക്കാനെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാനൊരു നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു വെളിച്ചെണ്ണയുടെ മൂടിയിൽ അടപ്പിലോട്ടൊന്ന് വെച്ച് ഒരു ഷേപ്പിലാക്കി എടുക്കാനാണ്. വേണ്ട ഈ ഒരു ഷേപ്പിൽ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഷേപ്പിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ എടുത്ത് കഴിക്കാനും എളുപ്പമായിരിക്കും, കാണാൻ ഒരു രസമായിരിക്കും. കണ്ട ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ ബോൾ ഷേപ്പ് പിടിച്ചെടുക്കാവുന്നതാണ്. ഉരുള പോലെ പിടിച്ചെടുക്കാം. ഞാനെല്ലാം ഈ ഒരു ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. ചെറിയ ചൂടിൽ തന്നെ ചെയ്തെടുക്കണം, അന്നേരം ശർക്കര ഒന്ന് തണുക്കുമ്പോൾ ഒന്ന് മുറുകും ഒന്ന്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ നല്ല ലെങ്തി ആയിട്ട് പാടായിട്ട് തോന്നും. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം, ഒരു താമസവും ഇല്ല നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. ഇത് നമുക്ക് ഓയിലൊന്നും ഇതിന് ആവശ്യം വരുന്നില്ല, എല്ലാം ഹെൽത്തി ആയിട്ടുള്ളതാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്.